ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തേത് ഒരു സിമ്പിളായിട്ടുള്ള കുർത്തിയുടെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ ആണ്. സിമ്പിൾ എന്ന് പറയുമ്പോൾ നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ്. അതിൻ്റെ റെഫറൻസ് പിക്ക് ഞാനിവിടെ കൊടുത്തേക്കാം. ഇതുപോലെ സൈഡിൽ ഡോറിയൊക്കെ വരുന്ന ഒരു മോഡലാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ സ്ലീവിൽ ഞാനൊരു പരീക്ഷണമൊക്കെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഒക്കെ ഫുള്ളായിട്ട് കണ്ട് എങ്ങനെയുണ്ട് എന്നുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റായിട്ട് പറയണേ. അപ്പോൾ ഇതൊരു നൈറ്റി മെറ്റീരിയലാണ്, കോട്ടൻ്റെ 290 വരുന്ന നൈറ്റി മെറ്റീരിയലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് 4ആയിട്ട് ഫോൾഡ് ചെയ്യാം. അപ്പോൾ ആദ്യം ഞാൻ തുണി മാക്സിമം സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ വിഡ്ത്തിനനുസരിച്ചിട്ട് ആദ്യം ഒന്ന് മടക്കിയിടാം. നമ്മൾ ചെസ്റ്റ് റൗണ്ട് അല്ലെങ്കിൽ വേസ്റ്റിൻ്റെ അവിടെ എത്രയാണ് വരുന്നത് അതിൻ്റെ കൂടുതൽ നമ്മൾ തയ്യൽ തുമ്പൊക്കെ ആഡാക്കിയിട്ടാകുമ്പോൾ എത്രയാണ് നമുക്ക് വിട്ട് വരിക എന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ടാണ് ഈ ഒരു ഫോൾഡ് ആദ്യം ചെയ്യുന്നത്. എനിക്കിപ്പോൾ ഇവിടെ തയ്യൽ തുമ്പും എക്സ്ട്രാ ഒക്കെ കൂട്ടിയിട്ട് 13 ഇഞ്ചാണ് വരുന്നത്. 13 ഇഞ്ചിൽ ഇതുപോലെ ആദ്യം ഒന്ന് തുണി ഫുള്ളായിട്ട് 2ആയിട്ട് മടക്കിയിടും. അതിനുശേഷം നമ്മുടെ ടോപ്പിൻ്റെ ലെങ്ത്ത് എത്രയാണെന്ന് വെച്ചാൽ അതിൻ്റെ കൂട്ടത്തിൽ 2 ഇഞ്ചും കൂടി എക്സ്ട്രാ ആഡ് ചെയ്തിട്ട് അങ്ങനെ ലെങ്ത്ത് അളന്നതിന് ശേഷം അത് അവിടെ പിടിച്ചിട്ട് നമ്മൾ 4ആയിട്ട് ഫോൾഡ് ചെയ്തെടുക്കുക ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ സൈഡിലെ തുണിയൊക്കെ എക്സ്ട്രാ ആയിട്ട് കിട്ടും. ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ടതിന് ശേഷം നമുക്ക് അളവുകളൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഷോൾഡർ ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് 6.5 ഇഞ്ചാണ്. ഇനി ആം ഹോളായിട്ട് നമുക്ക് 7 ഇഞ്ച് മാർക്ക് ചെയ്യാം. അത് 1/2 ഇഞ്ച് നമ്മൾ ഷോൾഡർ ഡ്രോപ്പ് കൊടുക്കുമ്പോൾ പിന്നെ ബാക്കി 6.5 ഇഞ്ചാണ് നമുക്ക് ആം ഹോളിനായിട്ട് കിട്ടുക. അങ്ങനെ നമ്മൾ 7 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. ഷോൾഡറിൻ്റെ അവിടെ 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ലൈനിലേക്ക് ചെസ്റ്റ് റൗണ്ടിൻ്റെ 4 ഭാഗം മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 9.5 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി മുകളിൽ നിന്ന് താഴത്തേക്ക് ഒരു 14 ഇഞ്ചിലൊരു മാർക്കിങ്ങും സ്ലിറ്റിനായിട്ട് 20 ഇഞ്ചിൽ ഒരു മാർക്കിങ്ങും കൂടി കൊടുക്കാം. ഇനി നമ്മൾ ഷേപ്പ് മാർക്ക് ചെയ്ത് അവിടെ നമ്മുടെ ഷേപ്പിൻ്റെ അളവ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ 8 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. സ്ലിറ്റിൻ്റെ അവിടെ നമുക്ക് 10 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ആ ഒരു പോയിന്റിൽ നിന്ന് മുകളിലേക്ക് 1 ഇഞ്ച് ആദ്യം മാർക്ക് ചെയ്തിട്ട് നമുക്കിതുപോലെ ഷേപ്പ് വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള തയ്യൽ തുമ്പും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1.5 ഇഞ്ചാണ് തയ്യൽ തുമ്പ് കൊടുക്കുന്നത്. അതും ആ ഒരു ഷേപ്പിൽ നമ്മൾ വരച്ചെടുക്കാം. ഇനി നമുക്ക് ആം ഹോളൊന്ന് കർവ് ചെയ്തിട്ട് വരച്ചു കൊടുക്കാം. ഫ്രഞ്ച് കർവ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് വരച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാ ഇതുപോലെ ആം ഹോള് റൗണ്ടാക്കി വരച്ചു. ഇനി നമ്മൾ ചെസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്ത ആ ഒരു പോയിന്റിൽ നിന്ന് ഒരു 1/4 ഇഞ്ച് താഴ്ത്തിയിട്ടാണ് ഞാൻ ആം ഹോളിൻ്റെ ആ ഒരു ഷേപ്പ് ഫിനിഷ് ചെയ്തെടുക്കാറ്. നെക്ക് വിടുത്ത് 3.25 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നെക്ക് നമ്മൾ ക്യാൻവാസിലാണ് കട്ട് ചെയ്യുന്നത്. ഇത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ മാർക്ക് ചെയ്ത് എടുക്കുന്നതേ ഇല്ലേ. ഇനി നമുക്ക് താഴത്തെ വീതി മാർക്ക് ചെയ്ത് കൊടുക്കാം. നമ്മൾ സ്ലിറ്റിൻ്റെ ഇവിടെ 10 ഇഞ്ച് മാർക്ക് ചെയ്തു. ഞാനിവിടെ താഴെ വീതി 10.5 ഇഞ്ചും അതിൻ്റെ കൂട്ടത്തിൽ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് താഴത്തേക്ക് ജോയിൻ ചെയ്ത് വരച്ചു കൊടുക്കാം. എന്നിട്ട് ഈ ഒരു മാർക്കിങ്ങിലൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ഒരു ആദ്യത്തെ ഒരു പോർഷനിൽ മാർക്ക് ചെയ്ത് മാർക്കിങ്ങൊക്കെ താഴത്തെ ഭാഗത്തെങ്ങും കൂടി ഒന്ന് ട്രേസ് ചെയ്ത് വരച്ചു കൊടുക്കാം. ഇങ്ങനെയാകുമ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേഗം എളുപ്പത്തിൽ സാധിക്കുമേ. അതിനുശേഷം ബാക്കിലത്തെ പാർട്ട് അവിടെ മടക്കി വെച്ചിട്ട് ഒരു ഭാഗം ഫ്രണ്ടിലത്തേക്ക് മാത്രമായിട്ട് എടുക്കുക. എന്നിട്ട് ആം ഹോളിൻ്റെ അവിടെ നമുക്ക് 1/2 ഇഞ്ച് ഇതുപോലെ കുഴിച്ചൊന്ന് മാർക്ക് ചെയ്തിട്ട് അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പരീക്ഷണം പെട്ടെന്ന് തോന്നിയത് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴല്ല, ഇപ്പം ഞാൻ നോർമലായിട്ട് സ്ലീവാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അതിനായിട്ട് ഒരു കഷ്ണം തുണിയെടുത്ത് ഇതുപോലെ 4ആയിട്ട് ഫോൾഡ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. ഇനി മുകളിൽ നിന്ന് താഴത്തേക്ക് 3.5 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതൊരു ലൈനാക്കി നമുക്ക് ആദ്യം വരച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ സ്ലീവിൻ്റെ ലെങ്ത്ത് എടുത്തിരിക്കുന്നത് 12.5 11 ഇഞ്ചിൻ്റെ സ്ലീവാണ് വേണ്ടുന്നത്. 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂട്ടിയിട്ട് 12.5 ഇഞ്ചിലാണ് സ്ലീവിൻ്റെ ലെങ്ത്ത് എടുത്തിട്ടുള്ളത്. അത് 3.5 ഇഞ്ചിൻ്റെ ലൈൻ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ലൈനിലേക്ക് നമുക്ക് ഒന്നുകിൽ ഇതുപോലെ 7.5 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതാ ഈ ഒരു കോർണറിൽ നിന്ന് നമുക്ക് 8.5 ഇഞ്ചാണ് നമ്മുടെ ആ ഒരു ചെസ്റ്റ് റൗണ്ടിലേക്ക് ആം ഹോൾ വരച്ച് ആ ഒരു റൗണ്ടിൽ അത് കിട്ടേണ്ടത്. ഇപ്പോൾ 8.5 ഇഞ്ച് നമുക്ക് ഈ 3.5 ഇഞ്ച് ലൈനിലേക്ക് എവിടെയാണോ കിട്ടുന്നത് വെച്ചാൽ അവിടെ മാർക്കിങ് കൊടുക്കാം. എന്നിട്ട് ആ ഒരു ലൈനായിട്ട് നമ്മൾ വരച്ചു കൊടുത്തതിന് ശേഷം ആ ഒരു ലൈനിൻ്റെ 4 പോയിൻറ്റ്സ് കാണുക. ഈക്വലായിട്ടുള്ള 4 പോയിൻറ്റ്സ് നമ്മൾ മാർക്ക് ചെയ്തെടുക്കുക.
അപ്പം ഞാനിതുപോലെ ടാപ്പൊക്കെ മടക്കി വെച്ചിട്ടാണ് പോയിൻറ്റ്സൊക്കെ കാണാറുള്ളത്. എല്ലായ്പ്പോഴും ഇതുപോലെ പോയിൻറ്റ്സൊക്കെ ഇട്ടിട്ടൊന്നല്ല നമ്മൾ സ്ലീവൊക്കെ മാർക്ക് ചെയ്യാറുള്ളത്. ഇത് ജസ്റ്റ് ഇങ്ങനെ കാണിക്കുന്നേ ഉള്ളൂ. ഇനി നമ്മൾ ഫസ്റ്റത്തെ ആ ഒരു പോയിൻറ്റിൽ നിന്ന് മുകളിലേക്ക് 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ മൂന്നാമത്തെ പോയിൻറ്റിൽ നിന്ന് താഴത്തേക്ക് 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ പോയിൻറ്റ്സൊക്കെ ജോയിൻ ചെയ്ത് ഇതുപോലെ സ്ലീവിൻ്റെ ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഇതുപോലെ നമ്മളൊന്ന് ടാപ്പ് വെച്ചിട്ട് ഒന്ന് അളന്ന് നോക്കുക. നമുക്ക് സ്ലീവ് ബോഡിയിൽ കട്ട് ചെയ്ത സ്ലീവ് റൗണ്ടിന് കണക്കായിട്ട് തന്നെ ഇത് വരുന്നുണ്ടോ എന്നുള്ളത്. നമുക്ക് താഴത്തെ അളവും കൂടി മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഈ സ്ലീവ് ഒന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതാ ഇതുപോലെ നിവർത്തിയിട്ട് കൊടുത്തതിന് ശേഷം ഒരു ഭാഗത്ത് മാത്രം കുറച്ചൊന്ന് കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കാം. ഫ്രണ്ട് ഭാഗത്തേക്കായിട്ടാണ് അത് ഞാൻ ഇതുപോലെ ഫ്രണ്ടിൽ നിന്ന് മാർക്ക് ചെയ്ത് കൂടി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നെക്കിലേക്കുള്ള ക്യാൻവാസ് കട്ട് ചെയ്യാം. ഇതാ ഒരു പീസ് ക്യാൻവാസ് ഇതുപോലെ രണ്ടായിട്ട് മടക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഫോൾഡ് വരുന്ന ഭാഗത്ത് നിന്ന് 3.25 ഇഞ്ച് നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാമേ. അപ്പോൾ ആദ്യം ഫ്രണ്ട് നെക്ക് മാർക്ക് ചെയ്തത് തെറ്റിപ്പോയായിരുന്നേ. അപ്പോൾ ഞാൻ വേറൊരു ക്യാൻവാസ് എടുത്തിട്ടുണ്ട്. ഇതിലും സെയിം 3.25 ഇഞ്ചിന് നമ്മൾ നെക്ക് വിട്ട് ആദ്യം മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് 5.5 ഇഞ്ച് ആദ്യം ഞാനൊരു ലൈൻ വരച്ചു കൊടുത്തു നമ്മുടെ നെക്കിൻ്റെ ഡെപ്തായിട്ട്. എന്നിട്ട് അവിടുന്ന് നമുക്കൊരു ഫ്രഞ്ച് കർവ് വെച്ചിട്ട് റൗണ്ട് ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് 5.5 ഇഞ്ചിൽ നിന്ന് താഴത്തേക്ക് 2 ഇഞ്ചോ അല്ലെങ്കിൽ 1.5 ഇഞ്ചോ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് 1/4 ഇഞ്ച് ഉള്ളിലേക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഒരു വി ഷേപ്പ് നമുക്കവിടെ വരച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം ചെയ്തപ്പോൾ നെക്കിൻ്റെ ഡെപ്ത്ത് കൊടുത്തത് കുറഞ്ഞു പോയായിരുന്നു. എനിക്കങ്ങനെ ഇറുങ്ങിയിരിക്കുന്ന കഴുത്ത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാനത് മാറ്റി കട്ട് ചെയ്യുക ചെയ്തത്. ഇനി നമുക്ക് പുറത്തേക്ക് 1 ഇഞ്ച് ഇതുപോലെ നെക്കിൻ്റെ ഷേപ്പിന് തന്നെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അത് ആദ്യം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ ഉള്ളിൽ നിന്ന് ആദ്യം മുകളിൽ നിന്ന് 1/2 ഇഞ്ച് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നെക്ക് നമ്മൾ അയൺ ചെയ്തെടുക്കുന്ന സമയത്ത് വിട്ട് കൂടി പോകാതിരിക്കാൻ സഹായിക്കും. നമ്മൾ മാർക്ക് ചെയ്ത നെക്കിൻ്റെ ഷേപ്പിന് അങ്ങ് കട്ട് ചെയ്തെടുക്കാം. ബാക്ക് നെക്ക് സ്ക്വയർ ഷേപ്പ് കൊടുക്കുന്നുണ്ട്. അതും ക്യാൻവാസിൽ തന്നെയാണ് കട്ട് ചെയ്യുന്നത്. 3.25 ഇഞ്ച് നെക്ക് വിഡ്ത്തും 4.5 ഇഞ്ച് നെക്ക് ലെങ്ത്തും കൊടുത്തിട്ട് സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക ചെയ്യുന്നത്. ഇനി ഇത് രണ്ടും നമുക്ക് ഒരു തുണിയിൽ അയൺ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ 2 നെക്ക് നമ്മൾ തുണിയിലേക്ക് അയൺ ചെയ്തെടുത്ത് സൈഡ് ഭാഗം എക്സ്ട്രാ ഉള്ളത് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഒരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് ഇങ്ങനെ ഇതുപോലെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിൽ വന്ന കുറച്ച് ഭാഗം കൂടി എക്സ്ട്രാ ഉള്ളത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നെക്കിൻ്റെ സെൻറ്റർ പോയിൻ്റ് ഒരു നോട്ട്സ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ മെയിൻ ഫാബ്രിക് എടുത്തിട്ട് ഫ്രണ്ട് ഭാഗം എടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിലേക്ക് നമ്മൾ ഈ ഒരു ക്യാൻവാസിൻ്റെ നല്ല തുണിയുടെ നല്ല വശം വരുന്ന രീതിക്ക് വെച്ച് കൊടുത്തിട്ട് നമ്മുടെ നെക്ക് ഷേപ്പിനനുസരിച്ച് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതേപോലെ തന്നെ നമുക്ക് ബാക്ക് നെക്കും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ സ്റ്റിച്ചിങ് ഒക്കെ ഒരുമിച്ച് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് സമയം ലാഭിക്കാൻ കഴിയും. ഫ്രണ്ട് നെക്ക് ഫിനിഷ് ചെയ്ത് പിന്നെ ബാക്ക് നെക്ക് ഫിനിഷ് ചെയ്യാൻ പോയാലൊക്കെ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ ഫ്രണ്ട് നെക്കോ ബാക്ക് നെക്കിൻ്റെയും ക്യാൻവാസ് ആദ്യം മെയിൻ ഫാബ്രിക്കിലേക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഉള്ളിൽ വരുന്ന എക്സ്ട്രാ ഫാബ്രിക്കൊക്കെ 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടിട്ട് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. ഈ ഒരു വി ഷേപ്പ് വരുന്ന അവിടെ നമുക്ക് സ്റ്റിച്ചിന് കൊള്ളാത്ത രീതിക്ക് നമുക്ക് ഒരു കോർണർ വരുന്ന ഭാഗം വരെ നമുക്ക് കട്ടിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ചെറിയ ചെറിയ കട്ടുകൾ ഇട്ടിട്ട് ഈ ഒരു നെക്ക് നമുക്കൊന്ന് തിരിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ആ ഒരു ക്യാൻവാസിൻ്റെ സൈഡിലൂടെ നമുക്കൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് നെക്ക് ഫിനിഷ് ചെയ്തെടുക്കാം. ഇതേപോലെ തന്നെ നമ്മൾ ബാക്ക് നെക്കും ഫിനിഷ് ചെയ്തെടുക്കും. അപ്പോൾ ഇതാ പെട്ടെന്ന് തന്നെ നെക്കുകൾ രണ്ടും നമ്മൾ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ ഞാൻ സ്റ്റിച്ചിങ് കാണിക്കാത്തത് നമ്മുടെ ആ ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ സൈഡ് ഡോറി വരുന്ന ആ ഒരു മോഡലാണ് ഞാൻ ഫോക്കസ് ചെയ്തത്. കുർത്തിയുടെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. അതാണ് ഞാൻ അതൊന്നും കാണിക്കാത്തത്. അപ്പോൾ ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇനിയാണ് നമ്മുടെ പരീക്ഷണം വന്നിട്ടുള്ളത്. ഈ സ്ലീവ് എടുത്ത് പിന്നെ ആ ഒരു മോഡൽ ചെയ്ത് നോക്കാമെന്ന് ചിന്തിച്ചത്. അപ്പോൾ സെൻറ്ററിൽ ഒരു ഗ്യാപ്പ് ഒരു കീറ് വരുന്ന രീതിക്കാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അധികം കീറ് വേണ്ടാത്തതുകൊണ്ട് ഞാൻ മുകളിൽ നിന്ന് താഴത്തേക്ക് ആദ്യം 4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. ആ മാർക്കിങ് വരെയാണ് നമ്മൾ ആ ഒരു സെൻറ്ററിലൂടെ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുന്നത്.
ഈ മോഡൽ ഇതുപോലെയാണോ പ്രൊഫഷണൽ രീതിയിൽ ചെയ്യാമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ബിഗിനേഴ്സിനൊക്കെ ഇങ്ങനെ ചെയ്തെടുത്താൽ മതി, നല്ല എളുപ്പമാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ നമുക്ക് കട്ടായിട്ട് കിട്ടി. ഇനി നമുക്ക് ഈ കട്ട് ഒന്നെങ്കിൽ ഇതുപോലെ ചെറുതായിട്ട് നമ്മൾ ചുരിദാറിൻ്റെ സ്ലിറ്റൊക്കെ മടക്കി അടിക്കുന്നതൊക്കെ മടക്കി കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു പീസ് തുണി വെച്ചിട്ട് മറിച്ചിട്ട് അടിച്ചു കൊടുക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. പിന്നെ എനിക്ക് തോന്നി അത്രയും പണിയെടുക്കാൻ എനിക്ക് മടിയാണ്. അതുകൊണ്ട് ഒറ്റ പീസ് തുണി നമ്മുടെ ഈ ഒരു കട്ട് വരുന്ന ഭാഗത്തേക്ക് വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ചെയ്തത്. എന്നിട്ട് നമുക്ക് ആ ഒരു തുണിയും നടുക്കിലൂടെ കട്ട് ചെയ്ത് കൊടുത്തിട്ട് തിരിച്ചിട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് അതൊന്ന് ജസ്റ്റ് മടക്കി അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ആ ഒരു ഈ ഒരു നമ്മൾ കീറിട്ട് കൊടുത്തത് ഫിനിഷായിട്ട് കിട്ടും. അപ്പോൾ അത് ഇതിൻ്റെ പ്രൊഫഷണലായിട്ടുള്ള വേർഡ്സ് വെച്ചിട്ടൊന്നും പറഞ്ഞു തരാൻ എനിക്കറിയില്ലേ. എനിക്കറിയുന്ന പോലെ തന്നെയാണ് ഞാൻ പറഞ്ഞു തരുന്നത്. പക്ഷെ നിങ്ങൾക്ക് വീഡിയോ കണ്ട് കുറച്ച് എൻ്റെ വർത്താനൊക്കെ ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. നിങ്ങൾ ഇത്രയും നേരം കണ്ടിട്ട് വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ഒന്ന് ഇപ്പോൾ കമൻറ്റ് ചെയ്യണേ. അതേപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പലരും വീഡിയോ കാണുന്നതല്ലാണ്ട് ലൈക്ക് ചെയ്യാൻ മറക്കും, അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യാറൊന്നുമില്ല. അപ്പോൾ അത് നിങ്ങൾ മറന്നു പോകരുത്. അപ്പോൾ അതാ നമ്മൾ ആ ഒരു സ്ലീവിൻ്റെ ഭാഗം ഇങ്ങനെ ഫിനിഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലൊരു സ്ട്രാപ്പ് എടുക്കാം. സ്ട്രാപ്പ് എന്ന് പറയാൻ പറ്റില്ല അല്ലേ. ഒരു പീസ് തുണി എടുത്തിട്ട് അതിൻ്റെ നല്ല ഭാഗം നമ്മുടെ ഈ ഒരു സ്ലീവിൻ്റെ ചീത്ത വശത്തേക്ക് വരുന്ന രീതിക്ക് വെച്ച് കൊടുത്തിട്ട് അവിടെ ഒരു സ്റ്റിച്ച് നമുക്ക് കൊടുക്കാം. അതിന് ശേഷം ഈ ഒരു തയ്യൽ തുമ്പ് ആ ഒരു ഭാഗത്തേക്ക് വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് നമുക്കിതുപോലെ നല്ല വശത്തേക്ക് മറിച്ചിട്ട് കൊടുത്തിട്ട് അതും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്തൊക്കെ ആ ഒരു കീറ് വന്ന ആ ഒരു ഭാഗമില്ലേ, അത് രണ്ടും നല്ല കറക്റ്റായിട്ട് തന്നെ വെച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കണേ. ഇല്ലെങ്കിൽ ഇങ്ങനെ അകന്നു പോയ വൃത്തി ഉണ്ടാവില്ല. എന്നിട്ട് അങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമുക്കിതായി ഞാനിവിടെ ഒരു പീസ് തുണിയും കൂടി എടുത്തു. ഇതിൻ്റെ വീതി 3 ഇഞ്ചാണ്. ലെങ്ത്ത് നമ്മുടെ ഇഷ്ടത്തിന് എടുക്കാം. എന്നിട്ട് അത് നമ്മളിതാ ഇതുപോലെ നല്ല വശം ഉള്ളിലേക്ക് വരുന്ന രീതിക്ക് വെച്ചിട്ട് ആദ്യം ഒന്ന് തയ്ച്ചെടുത്തിട്ട് അതൊന്ന് മറിച്ചിട്ടെടുക്കാം. നമ്മൾ ബാക്കിലത്തെ കട്ടൊക്കെ ചെയ്യാനെടുക്കില്ലേ, അതുപോലെ ഒന്ന് മറിച്ചിട്ടെടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് നമുക്കിതാ ഇവിടെ ഒരു കെട്ട് പോലെ വെച്ച് കൊടുക്കാം. ഇത് നമുക്ക് കെട്ടുന്ന രീതിക്ക് വെച്ച് കൊടുക്കാം. അതാകുമ്പം കുറച്ച് പണിയാണ് എനിക്ക്. ഇതാകുമ്പം ഒരു ഷോക്ക് വെക്കുന്ന രീതിക്ക് വെച്ച് കൊടുക്കാം. അപ്പം ഞാൻ ഇതുപോലെയാണ് ആ ഒരു കെട്ട് ഇത് പിടിച്ച് കൊടുത്തിട്ട് അവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചു, ഇതെനിക്ക് പറഞ്ഞു തരാൻ തിരിയില്ല. ഞാൻ തന്നെ എങ്ങനെയൊക്കെയോ കയ്യിൽ വരുന്ന രീതിക്കാണ് ഓരോരോ മോഡൽ ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ വെച്ചിട്ട് നമ്മൾ അവിടെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുത്ത് അതവിടെ ഉറപ്പിച്ച് വെക്കാനാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ സ്ലീവ് സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഈ സ്ലീവ് നമ്മുടെ ബോഡി പാർട്ടിലേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ സ്ലീവും ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ വീഡിയോ ചെയ്തത് ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ മുകളിൽ കാർട്ടിലൊക്കെ കൊടുക്കാം. നിങ്ങൾ അങ്ങനെ കണ്ടു നോക്കുക കേട്ടോ, ഡൗട്ട് ഉണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ ഇനി സൈഡ് ജോയിൻ ചെയ്യാനാണ് പോകുന്നത്. ഡോറി വെക്കുന്നത് കൊണ്ട് നമുക്ക് സൈഡ് നമ്മുടെ ആ ഒരു സ്ലിറ്റിൻ്റെ വേസ്റ്റ് ഭാഗം വരുന്ന അവിടെ ഒരുപാട് ലൂസായിട്ടൊന്നും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പാടില്ല. നല്ല ഫിറ്റിങ്ങിൽ കുറച്ചൊരു 1/2 ഇഞ്ച് കുറച്ചിട്ട് നമ്മൾ എടുത്താൽ മതി. ഈ മോഡൽ ഞാൻ ആദ്യമായിട്ട് ചെയ്ത് നോക്കുന്നതുകൊണ്ട് എനിക്ക് ഫിനിഷ് ചെയ്ത് വന്നപ്പോൾ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. കുറച്ച് ആ വേസ്റ്റിൻ്റെ ഭാഗത്ത് എനിക്ക് കുറച്ച് ലൂസായിപ്പോയി. അത് ഞാൻ എന്നിട്ട് പിന്നെ അഴിച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ചെയ്തത്. അപ്പം ഈ ഒരു അളവ് സ്ക്രീനിൽ കാണിക്കുന്ന അളവ് നിങ്ങൾ നോക്കണ്ട, മെത്തേഡ് മാത്രം ട്രൈ ചെയ്താൽ മതി. അളവ് കൃത്യമായിട്ട് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പം നമ്മുടെ ആ ഒരു സ്ലിറ്റിൻ്റെ അവിടെ നമ്മൾ ഇപ്പം ഞാൻ കൊടുക്കേണ്ടത് 10 ഇഞ്ചാണെന്നുണ്ടെങ്കിൽ എനിക്കൊരു 9 ഇഞ്ച് കൊടുത്താൽ മതിയാവും. കാരണം നമ്മളവിടെ ഡോറിൻ്റെ ആ ഒരു ഹുക്ക് വരുന്ന ഭാഗം ആ ഒരു ഇത് വരുന്ന ഭാഗം വരുന്നതുകൊണ്ട് നമ്മൾ അവിടെ കുറേ ലൂസ് ഇട്ട് കൊടുക്കാണ്ടിരിക്കുന്നതാണ് നല്ലത്. അപ്പം ഒരു 9.5 ഇഞ്ചിൽ നമുക്ക് വേസ്റ്റിൻ്റെ അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. അതും നമ്മൾ സ്ലിറ്റിൻ്റെ ഇപ്പം ലെങ്ത്ത് നമ്മൾ നോർമലി ആം ഹോളിൻ്റെ അവിടെ നിന്ന് താഴത്തേക്ക് 13.5 ഇഞ്ചാണ് സ്ലിറ്റിൻ്റെത്.
കൊടുക്കാറുള്ളത്. അല്ലെങ്കിൽ ഷോൾഡറിൽ നിന്ന് താഴത്തേക്ക് 20 ഇഞ്ച് അല്ലെങ്കിൽ 21 ഇഞ്ചൊക്കെയാണ് സ്ലിറ്റിൻ്റെ ലെങ്ത്ത് നമ്മൾ കൊടുക്കാറുള്ളത്. അപ്പോൾ ഈ ഒരു മോഡൽ എന്ന് വെച്ചാൽ നമ്മൾ നോർമലി സ്ലിറ്റ് മാർക്ക് ചെയ്യുന്ന അവിടെ നിന്ന് മുകളിലേക്ക് 2 ഇഞ്ച് കയറ്റിയിട്ടായിരിക്കണം നമ്മൾ ഷേപ്പ് സ്റ്റിച്ച് ചെയ്ത് നിർത്തേണ്ടത്. അവിടുന്ന് തൊട്ടിട്ട് നമ്മൾ പിന്നെ ആ ഒരു ഡോറിൻ്റെ ഹുക്ക് കൊടുക്കാനാണ് പോകുന്നത്. ഞാൻ ആദ്യം ചെയ്തത് 1.5 ഇഞ്ച് മാത്രമേ ഞാൻ മുകളിലേക്ക് കയറ്റി കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അത് നമ്മൾ ആ മോഡൽ ശരിക്കും ഒരു ഭംഗി കിട്ടിയിട്ടില്ല. അപ്പോൾ നിങ്ങൾ കൊടുക്കുമ്പോൾ ഒരു 2 ഇഞ്ചോ 2.5 ഇഞ്ചോ അത് നമുക്ക് എവിടുന്ന് തൊട്ടാണ് ആ ഒരു ഡോറി വേണ്ടതെന്നുള്ളത് നമ്മൾ ആദ്യം തീരുമാനിച്ചിട്ട് അങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിതാ ഇതുപോലെ സൈഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. ഇനി ആ സൈഡ് സ്റ്റിച്ച് ചെയ്തെടുത്ത് നിന്ന് നമ്മൾ സ്ലിറ്റ് മടക്കി തയ്ക്കുമല്ലോ, ആ മടക്കി തയ്ക്കുന്ന ഭാഗം ആദ്യം നല്ല വശത്തേക്ക്, തുണിയുടെ നല്ല വശത്തേക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ അതൊന്ന് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ആ ഒരു ജോയിൻറ്റ് വന്നില്ലേ, ആ ജോയിൻറ്റിൽ നിന്ന് താഴത്തേക്ക് 5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഡോറി വെച്ച് കൊടുക്കേണ്ട ഗ്യാപ്പിന്, ഡോറിയുടെ ആ ഒരു ഹുക്ക് കണക്കത്തെ എന്ന് പറയുമെന്ന് എനിക്കറിയില്ല, ലൂപ്പ് വെച്ച് കൊടുക്കേണ്ട ആ ഒരു ഗ്യാപ്പ് നമുക്ക് 1.25 ഇഞ്ചിൽ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 4 ലൂപ്പാണ് ആദ്യം വെച്ച് കൊടുത്തിട്ടുണ്ടായത്. അപ്പോൾ പിന്നെ ഞാൻ മാറ്റി ചെയ്തപ്പോൾ 2 ലൂപ്പും കൂടി മുകളിലേക്ക് എക്സ്ട്രാ വെച്ച് കൊടുക്കുക ചെയ്തത്. ഇനി ഇതേ മാർക്കിങ് മറ്റേ ഭാഗത്തും കൂടി വരാൻ വേണ്ടിയിട്ട് ഇതുപോലൊന്നും വെച്ച് കൊടുത്തിട്ട് തട്ടി കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ആ ഒരു അളവ്, ഒരു ഷെയ്ഡ് അവിടെ വരും, അത് നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു മാർക്കിങ്ങിലേക്ക് നമ്മുടെ ആ ഒരു ലൂപ്പ് വെച്ച് കൊടുക്കാം. അതിനായിട്ട് ഞാൻ ചെറിയ 1 ഇഞ്ച് വീതിയിലുള്ള തുണി എടുത്തിട്ട് ഇങ്ങനെ നമ്മൾ സ്ട്രാപ്പൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന കണക്ക് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ലെങ്ത്ത് 3 ഇഞ്ച് 3.5 ഇഞ്ചൊക്കെ എടുക്കാവുന്നതാണ്. അത് നമ്മളിതാ ഇതുപോലെ മടക്കിയിട്ട് ഒരേ അളവിൽ നമുക്ക് പുറത്തേക്ക് വരുന്ന രീതിക്ക് നമ്മുടെ ആ ഒരു തയ്യൽ തുമ്പ് നമ്മുടെ ബാക്കിലേക്ക് വരണം. മറ്റേ ലൂപ്പിൻ്റെ ഭാഗം, ആ ഫോൾഡ് വരുന്ന ഭാഗം നമ്മുടെ ടോപ്പിൻ്റെ ഉൾവശത്തേക്ക് വരുന്ന രീതിക്ക് നമ്മൾ മാർക്കിങ്ങിൽ വെച്ചിട്ട് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ഓരോ ലൂപ്പും കറക്റ്റ് മാർക്കിങ്ങിൽ വെച്ചിട്ട് തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നമ്മൾ ആ വരച്ച ആ ലൈനിൽ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എന്നതിന് ശേഷം അതിൻ്റെ എക്സ്ട്രാ വരുന്ന ഭാഗം ഉണ്ടാവില്ല, അതും കൂടി ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ആ ഒരു നമ്മൾ എപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ കറക്റ്റായിട്ട് ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ മടക്കി കൊടുത്തതിന് ശേഷം നമുക്ക് സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. കറക്റ്റായിട്ട് ആദ്യം ഒന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ട് നമ്മൾ മടക്കിയിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നതാണെങ്കിൽ നന്നായിരിക്കും. അപ്പോൾ നമ്മുടെ ആ ഒരു ലൂപ്പ് പുറത്തേക്ക് വരുന്ന രീതിക്ക് തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം. അത് നമ്മൾ മടക്കിയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് പോകാൻ പാടില്ല, അത് മാത്രമേ ഇവിടെ ശ്രദ്ധിക്കാനുള്ളൂ. അപ്പോൾ അതായത് ഇതുപോലെ സ്ലിറ്റൊക്കെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഈ സ്ലിറ്റിൽ നമുക്ക് ആ ഒരു ലൂപ്പ് അവിടെ വന്നു എന്നേ ഉള്ളൂ. ബാക്കി സ്ലിറ്റൊക്കെ നോർമലായിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന രീതിക്ക് തന്നെയാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇതിലേക്ക് ആ ഒരു ഡോറി ഇട്ട് കൊടുക്കാം. ഒരു ലൂപ്പിൽ നിന്ന് മറ്റേ ലൂപ്പിലേക്ക് വരുന്ന രീതിക്ക് നമ്മുടെ ഷൂ ലേസൊക്കെ നമ്മൾ കെട്ടിക്കൊടുക്കില്ലേ, അതുപോലെ നമുക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം. രാത്രി കുത്തിയിരുന്ന് എഡിറ്റ് ചെയ്യുന്നതുകൊണ്ടേ ഉറക്കപ്പിച്ചിൽ എന്തൊക്കെയോ പറഞ്ഞു പോകുന്നതാണ്. ഈ മക്കളെയൊക്കെ ഉറക്കിയതിന് ശേഷമാണ് ഞാൻ എഡിറ്റിങ്ങൊക്കെ ചെയ്യാറുള്ളത്. അപ്പോൾ ചെറുതായിട്ട് ഉറക്കമൊക്കെ വന്നു തുടങ്ങി, അതാണ് എന്തൊക്കെയോ പിച്ചിമ്പയൊക്കെ ഞാൻ പറഞ്ഞു കൂട്ടുന്നത്. എല്ലാവരും ഒന്ന് ക്ഷമിക്കണേ. അപ്പോൾ നമുക്ക് ഡോറി ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ഡോറിൻ്റെ താഴെ ടസൽസ് ആക്കി കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 3 പീസ് തുണി എടുത്തിട്ടുണ്ട്. 4 ഇഞ്ച് വീതിയും 4 ഇഞ്ച് ലെങ്ത്തും വരുന്ന സ്ക്വയർ പീസസാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ കോണായിട്ട് ആദ്യം മടക്കി കൊടുക്കുക. എന്നിട്ട് ഈ ഒരു കോണിലേക്ക് താഴത്തേക്ക് ഇതുപോലെ നമുക്ക് ആ ഒരു ഡോറി വെച്ച് കൊടുത്തിട്ട് സൈഡൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ആ ഡോറിലേക്കും കൂടി സ്റ്റിച്ച് വരുന്ന രീതിക്ക് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക.
എന്നിട്ട് അത് താഴത്തേക്ക് ആക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അടുത്ത കളറും ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. മോൻ അതിൻ്റെ ഇടയ്ക്ക് പിടിച്ച് വലിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു, എന്നെ സ്റ്റിച്ച് ചെയ്യാൻ വിടുന്നേ ഉണ്ടായിരുന്നില്ലേ. അപ്പോൾ നമ്മൾ ഈ രണ്ടാമത് വെച്ച് കൊടുക്കുന്നത് ഒരു 1.5 ഇഞ്ചൊക്കെ ഗ്യാപ്പിൽ വെച്ച് കൊടുത്താൽ മതി. മോൻ പിടിച്ച് വലിച്ച കാരണം എൻ്റെ ആ ഗ്യാപ്പൊക്കെ കുറേ കൂടിപ്പോയായിരുന്നേ. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. എനിക്ക് വീഡിയോ കാണുമ്പോൾ ചിരി വരുന്നത് എൻ്റെ മോൻ്റെ കളി കണ്ടിട്ട്. എന്നിട്ട് എക്സ്ട്രാ വരുന്ന ആ ഒരു പീസൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഇനി അത് താഴത്തേക്ക് ആക്കി കൊടുത്തതിന് ശേഷം വേണം അടുത്ത ഒരു പീസും കൂടി വെച്ച് കൊടുക്കുക. അങ്ങനെ മൂന്നെണ്ണാന്ന് ഒരു ഡോറിയിൽ വെച്ച് കൊടുക്കുന്നത്. ആരോ എനിക്ക് കമൻ്റ് ഇട്ടിനായിരുന്നു മക്കളെയും കൊണ്ട് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് എന്നുള്ളത്. ഇതുപോലെയൊക്കെയാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഏറെ നേരത്തെ മോനോടുള്ള മൽപ്പിടുത്തവും തുണിയോടുള്ള മൽപ്പിടുത്തത്തിനൊക്കെ ശേഷം ഫൈനൽ ലുക്ക് ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത്. ഇഷ്ടമായിനോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നിങ്ങൾ വീഡിയോ കണ്ടാൽ മാത്രം പോരാ, ഒന്ന് ലൈക്ക് ചെയ്തും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും നല്ലതായാലും മോശമായാലും ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്തിട്ടും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ഇനി ഇതുപോലത്തെ വീഡിയോസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് ഓണാക്കി വെച്ചേക്കണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.